التمسك بالأثر نجاه. സുആലുൽ ഖാമിസു വസ്സബൂൻ 75-ാമത്തെ ചോദ്യം. മാ അഖ്സറു സൂറത്തിൻ ഫിൽ ഖുർആൻ വഖറഅഹ. ഖുർആനിൽ ഏറ്റവും വലിയ സൂറത്തിനെ പറ്റി പറഞ്ഞു, ഏറ്റവും ദൈർഘ്യമേറിയ സൂറത്തിനെ പറ്റി പറഞ്ഞു. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ സൂറത്ത്, ഖുർആനിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള സൂറത്ത് ഏതാണ്? വഖറഅഹ, നീ അത് പാരായണം ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ചെറുതായതുകൊണ്ട് കാണാതെ പഠിക്കാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ട് നീ അത് പാരായണം ചെയ്യൂ എന്ന് വെച്ചാൽ കാണാതെ പഠിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. എന്താണ് അതിന് ഉത്തരം? അൽ ജവാബ് സൂറത്തുൽ കൗസർ. ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്താണ്. വഹിയ ഖൗലുഹു തആല, അത് ഏതാണ് സൂറത്ത്? അള്ളാഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അതിൻ്റെ ആശയം ചുരുക്കത്തിലൊന്ന് പറയാം. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇന്ന, തീർച്ചയായും നാം, അഅ്തൈനാക, നിനക്ക് നൽകിയിരിക്കുന്നു, അൽ കൗസർ. കൗസർ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് ഖൈറുൻ കസീർ എന്നാണ്. ഒരുപാട് ഖൈറുകൾ. അപ്പോൾ ഈ ഒരുപാട് ഖൈർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അള്ളാഹു അലം. പക്ഷേ അതിൽപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കറിയാം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഹദീസിൽ പഠിപ്പിച്ച എന്നൊരു കാര്യമാണ് കൗസർ എന്ന പേരുള്ളൊരു നദി, ഒരു പുഴ. അത് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമായി അള്ളാഹു നൽകിയ ഒരു പുഴയാണ്. ഈ പുഴയുടെ പ്രത്യേകത, ആ പുഴയിലെ വെള്ളം, ജലം അല്ലെങ്കിൽ ആ ഒരു ദ്രാവകം എന്നുള്ളത് അത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും, അതുമാത്രമല്ല അതൊരു തവണ ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. അങ്ങനത്തെ അത്രയും ശ്രേഷ്ഠകരമായ ദ്രാവകം അല്ലെങ്കിൽ വെള്ളമടങ്ങുന്ന നദിയാണ് കൗസർ എന്ന പേരുള്ള നദി. ഈ നദിയിൽ നിന്ന്, സ്വർഗത്തിലെ നദിയാണ്, അതിൽ നിന്ന് ഖിയാമത്ത് നാൾ മഹ്ശറിലേക്ക് എന്ത് ചെയ്യപ്പെടും? അതിൽ നിന്ന് വെള്ളം കൊണ്ടുവരപ്പെടുകയും അതൊരു ഹൗദിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലത്തിനാണ് ഹൗദ് എന്ന് പറയും. അങ്ങനെ ഒരു ഹൗദിലേക്ക് ആ നദിയിലെ വെള്ളം കൊണ്ടുവരപ്പെടുകയും അവിടെ കെട്ടി നിർത്തി ശേഖരിച്ച് വയ്ക്കപ്പെടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹൗദ്, അതിൻ്റെ നീളം എന്നുള്ളത് 1 മാസത്തെ വഴിദൂരമാണ്. 1 മാസം നമ്മൾ സഞ്ചരിക്കുകയാണ്, നിർത്താതെ കണ്ടിന്യൂസ് ആയി സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര ദൂരം എത്തും? അത് അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്തെ കണക്ക് നോക്കണ്ട, അന്നത്തെ കാലത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 400 അല്ലെങ്കിൽ 500 കിലോമീറ്റർ ഏകദേശം. അപ്പം 500 കിലോമീറ്ററാണ് അതിൻ്റെ നീളം, വീതിയും അതേപോലെ തന്നെ. ഇതാണ് ആ ഹൗദിൻ്റെ വലിപ്പം. ഇത്രയും വലിയ ഹൗദിനകത്ത് മുഴുവനും ഈ വെള്ളം നിറഞ്ഞു നിൽക്കും എന്നു മാത്രമല്ല, ഈ ഹൗദിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ നക്ഷത്രങ്ങൾ കണക്കെ, നക്ഷത്രങ്ങളുടെ എണ്ണം നമുക്കറിയില്ലല്ലോ, അതുപോലെ അത്രയും ഒരുപാടെണ്ണം കോപ്പകൾ അതിനകത്തുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ ഈ ഹൗദിലേക്ക് മഹ്ശറിൽ വെച്ച് ക്ഷണിക്കുകയും അവർക്കൊക്കെയും ഈ വെള്ളം കോരിക്കൊടുക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവിടുത്തെ കൈകളിൽ നിന്ന് ഈ ഹൗദിലെ വെള്ളം വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. സാന്ദർഭിക സൂചിപ്പിക്കാനുള്ളത്, ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ഈ ഹൗദിലെ വെള്ളം തടയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചെന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, ഞാൻ ഹൗദിൽ ഇങ്ങനെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒരു വിഭാഗം ദൂരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാവും. കാരണം വുളൂവിൻ്റെ അടയാളങ്ങൾ, അവയവങ്ങൾ പ്രകാശിക്കുക, അത് ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് വുളൂവിൻ്റെ അവയവങ്ങൾ പ്രകാശിക്കുക, ഒരു പ്രത്യേക വെളിച്ചം ഉണ്ടാവും. ഈ വെളിച്ചം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായത് എൻ്റെ ഉമ്മത്താണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഈ ഒരു കൂട്ടം ആളുകളെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന സമയത്ത് ഈ വിഭാഗം ആളുകളെ മലക്കുകൾ വഴിയിൽ വെച്ച് തടയും. എന്നിട്ട് അവരെ
ബലമായി പിടിച്ചു വലിച്ച് നരകത്തിൻ്റെ വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ മലക്കുകളോട് വിളിച്ചു പറയും, ഉമ്മത്തി ഉമ്മത്തി, അവരെൻ്റെ ഉമ്മത്താണ്, അവരിങ്ങോട്ടേക്ക് നിങ്ങൾ കടത്തിവിടണം എന്ന് പറയുമ്പോൾ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നത്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. റസൂലേ, താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ടവരൊക്കെ തന്നെയാണ്, പക്ഷേ താങ്കളുടെ കാലഘട്ട ശേഷം, താങ്കളുടെ മരണത്തിന് ശേഷം ഈ ദീനിൽ അവരെന്തൊക്കെയാണ് പുതുതായി കടത്തിക്കൂട്ടിയത് അല്ലേ, പുതിയ പുതിയ വിശ്വാസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടില്ല, സ്വഹാബത്തിന് വിശ്വസിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലാത്ത ഇബാദത്തുകൾ, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത ഇബാദത്തുകൾ, അത്തരം കാര്യങ്ങൾക്ക് പുതിയതായി പല കാര്യങ്ങളും കടത്തിക്കൊണ്ടുവന്ന ആളുകളാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടി അകറ്റും. സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ഈ ദീനിന് മാറ്റം വരുത്തിയ ആളുകൾ അവർ ദൂരെ പോകട്ടെ, വിദൂരമാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആട്ടി അകറ്റുമെന്ന് ഹദീസുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിർഭാഗ്യവാന്മാരിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെട്ടുകൂടാ എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലേ, നമ്മൾ ഇത്ര കാലം ഏത് റസൂലിനെയാണോ നമ്മുടെ മാതാപിതാക്കളെക്കാളും ബന്ധുമിത്രാദികളെക്കാളും ഇഷ്ടപ്പെട്ടിരുന്നത്, സ്നേഹിച്ചിരുന്നത്, ഏത് റസൂലിൻ്റെ അധ്യാപനങ്ങളാണോ നമ്മൾ നെഞ്ചേറ്റിയിരുന്നത്, ഏത് റസൂലിനെ കാണാനാണോ നമ്മളെപ്പോഴും ആഗ്രഹിച്ചിരുന്നത്, ഏത് റസൂലിൻ്റെ ചരിത്രമാണോ നമ്മൾ ഏതൊരു മനുഷ്യൻ്റെ ചരിത്രത്തെക്കാളും ഡീറ്റെയിലായി വിശദമായി പഠിച്ചറിഞ്ഞത്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ ദൂരെ പോകട്ടെ എന്ന് ആട്ടി അകറ്റുന്നതിനേക്കാൾ വലിയ നിർഭാഗ്യം വേറെന്താണ് ഒരു മുസ്ലിമിന് സംഭവിക്കാനുള്ളത്? അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു അമലും ചെയ്യാത്തതുകൊണ്ടല്ല, ഒരു ഇബാദത്തും ചെയ്യാതെ മടിച്ചു നിന്നതുകൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്നതിൽ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൽപ്പനകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഈ ദീനിൽ ഉള്ളതാണെന്ന് കരുതിക്കൊണ്ട് ചെയ്തതിനാണ്. എന്നുവെച്ചാൽ അദ്ദേഹം ദീനായി പഠിപ്പിച്ചു തന്നതേ ചെയ്യാവൂ, അദ്ദേഹം ദീൻ എന്ന രൂപത്തിൽ പറഞ്ഞു തന്നതേ വിശ്വസിക്കാവൂ. അദ്ദേഹം സ്വഹാബത്തിനെ ഏത് രൂപത്തിൽ വിട്ടേച്ചു പോയോ അങ്ങനെ തന്നെ, ഒരു മാറ്റവും വരുത്താതെ, കൂട്ടാതെ കുറയ്ക്കാതെ, എങ്ങനെയാണോ വിട്ടേച്ചു പോയത് അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആ ഹൗദിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ കഴിയുക. അള്ളാഹു നമ്മൾ ഓരോരുത്തരെ സഹായിക്കുമാറാവട്ടെ. എന്നിട്ട് പറയണത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയണ ഫസല്ലി ലി റബ്ബിക വൻഹർ. അള്ളാഹു നിനക്ക് കൗസർ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിൻ്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം, നിൻ്റെ റബ്ബിന് വേണ്ടി നീ ബലിയിറക്കണം. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, റബ്ബൊരു അനുഗ്രഹം തരുമ്പോൾ എത്രത്തോളം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നു അത്രത്തോളം നമ്മൾ നന്ദി കാണിക്കണം. അതാണ് ഒരു റബ്ബിനെ അറിയുന്ന ഒരു അടിമ ചെയ്യുന്നത്. അങ്ങനെയാണ് അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് നന്ദി ചെയ്യുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. അല്ലേ, നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മണിക്കൂറുകൾ കണക്കെ ദൈർഘ്യത്തോടുകൂടെ കണ്ടിന്യൂസായി നിന്ന് നിസ്കരിക്കുമായിരുന്നു, അത്രയും പ്രായമായിട്ട് പോലും. അങ്ങനെ തുടർച്ചയായി നിന്ന് നിസ്കരിക്കുന്ന കാരണത്താൽ കാലിൽ നീര് വന്നു, വളരെ കാണുമ്പോൾ തന്നെ പ്രയാസമുണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം മാറി. ഈ ഒരു കഷ്ടപ്പാടും പ്രയാസവും കണ്ടിട്ട് സഹിക്കവയ്യാതെ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? താങ്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും പുറത്തു തന്നിട്ടില്ലേ? പിന്നെന്തിനാണ് താങ്കൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നത് എന്താ? അഫല അകൂനു അബ്ദൻ ഷക്കൂറ. ആയിഷ, അള്ളാഹ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് നന്ദി കാണിക്കേണ്ട ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നത്. അപ്പം നന്ദി കാണിക്കുക എന്നുള്ളത് അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. നിനക്ക് നാം ഇത് നൽകി, പരലോകത്തിൽ ഖിയാമത്ത് നാളിൽ മറ്റൊരു നബിമാർക്ക് പോലും കിട്ടാത്തൊരു അനുഗ്രഹമായി നിനക്ക് നാം ഈ കൗസർ അതിലുൾപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് നാം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ നീ എന്ത് ചെയ്യണം? ഫസല്ലി ലി റബ്ബിക വൻഹർ,
നീ നിൻ്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കണം. എന്ന് വെച്ചാൽ നിസ്കാരം അധികരിപ്പിക്കണം. വൻഹർ, അതുപോലെ ബലികർമ്മം. ബലികർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെരുന്നാളിനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ആട്, മാട്, ഒട്ടകം ഇങ്ങനെയുള്ള ജീവികൾ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അറുക്കുന്നതാണ് നഹർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നീ എന്ത് ചെയ്യുക? ധാരാളം ബലികർമ്മങ്ങളിൽ ഏർപ്പെടാൻ നീ ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക. എന്നിട്ട് പറഞ്ഞു ഇന്ന ഷാനി അക്ക ഹുവൽ അബ്തർ. പക്ഷെ നിന്നോട് നീ ചെയ്യേണ്ടത് ഇതാണ്. നീ എന്ത് ചെയ്യണം? ഇന്ന ഷാനി അക്ക, നിന്നെ വിമർശിക്കുന്ന അല്ലെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന, നിനക്ക് എതിരെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ കുറേ അർത്ഥമുണ്ട് ഷാനി എന്നുള്ള വാക്കിന്. അവരൊക്കെയും ഹുവൽ അബ്തർ, അവരാണ് വാലറ്റവർ. അവർക്കാണ് എന്തില്ലാത്തത്? പിൻഗാമികളെ. അബ്തർ എന്ന് പറഞ്ഞാൽ ആൺമക്കളില്ലാതെ പെൺമക്കൾ മാത്രമേ ഉള്ളൂ ഒരാൾക്ക്. ആൺമക്കൾ ആരും ഇല്ലാതാവുമ്പോൾ അറബികൾ അതൊരു കുറച്ചിലായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അറബികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജാഹിലിയത്തിലെ അറബികളുടെ അവസ്ഥ ഈ യുദ്ധവും പെരുമ നടിക്കലും, എനിക്ക് ഇത്ര ആൺമക്കളുണ്ട്, അവർക്ക് ഇത്ര മക്കളുണ്ട്, ഞങ്ങളുടെ തറവാട് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ കുറേ ഒരു മോശപ്പെട്ട സമ്പത്ത് കൊണ്ടും ശക്തി കൊണ്ടും അധികാരം കൊണ്ടൊക്കെ പെരുമ നടിക്കുന്നൊരു സ്വഭാവ പ്രകൃതക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് ആൺമക്കളാരും ഇല്ലാതാവുക എന്നുള്ളതിന് അവരൊരു കുറച്ചിലായിട്ടാണ് കണ്ടിരുന്നത്. അപ്പം നബി സല്ലല്ലാഹു, നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ ജനിച്ചിട്ടുണ്ട്. 3 ആൺമക്കൾ ജനിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ചെറിയ പ്രായത്തിൽ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോകണം. പ്രായപൂർത്തികൾ എത്തുന്ന പോലുമില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് അവർ കളിയാക്കി വിളിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അബ്തറാണ്, വാലറ്റവനാണ്, പിൻഗാമികളില്ലാത്തവനാണ് എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഇവൻ്റെ ഈ ജീവിതം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവനെ പിന്നെ ആരും ഓർക്കൂല. ഇവൻ്റെ കാര്യങ്ങൾ പറയാനോ ഇവനെ പറ്റി സംസാരിക്കാനോ ഇവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇതൊന്നും ആരും നിൽക്കൂല. ഇവൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഇവൻ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടാൻ നമ്മൾ പറയാറില്ലേ? ആ ഒരു രൂപത്തിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ അബ്തർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അള്ളാഹ് പറയുന്നത് ഇന്ന ഷാനി അക്ക ഹുവൽ അബ്തർ. റസൂലെ, ആരാണോ താങ്കൾക്ക് എതിര് നിൽക്കുന്നത് അവനാണ് വാലറ്റവൻ. അല്ലേ? നമ്മൾ നോക്കിയേ, നിങ്ങൾക്ക് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിര് നിന്ന ആളുകളൊക്കെയും ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അവരെത്രയോ വലിയ ആളുകളായിട്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ ജീവിച്ചിട്ടുണ്ടാവുക. ഒരുപാട് നാടുകൾ അടക്കിപ്പിടിച്ച് വലിയ അധികാരം കരസ്ഥമാക്കി ഈ ദുനിയാവിലെല്ലാം വെട്ടിപ്പിടിച്ച് എല്ലാവരും തൻ്റെ അധികാരത്തിന് ചൊൽപ്പടിയിൽ നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കും അവർ ജീവിച്ച് മരിച്ചിട്ടുണ്ടാവുക. പക്ഷേ അവരൊക്കെ ആരാ ഓർക്കുന്നത്? അവരുടെ പേരുകൾ പോലും പരാമർശിക്കപ്പെടുന്ന ഒരു അവസ്ഥ പോലുമില്ല. പക്ഷേ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥയോ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും ഓർക്കുന്ന ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിനേക്കാൾ ആളുകൾ ഇന്നുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്നവരുണ്ട്. അതെന്നും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അദ്ദേഹത്തിനെ അനുസരിക്കുകയും അദ്ദേഹത്തിനെ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളതല്ലാത്ത, അങ്ങനൊരു സമൂഹം കടന്നുപോയിട്ടുള്ളതല്ലാത്ത ഒരു വർഷം പോലും ഈ മനുഷ്യചരിത്രത്തിൽ കടന്നുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നതിന് ശേഷം ഇതുവരേക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല, എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുന്നതിലാണ് ഒരാളുടെ സ്ഥാനം നിലനിൽക്കുന്നത്. എത്രത്തോളം ഉലമാക്കൾ ഒരു ഉദാഹരണം പറയാറുണ്ട്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ. എന്താണെന്നറിയോ? നമുക്കറിയാം സൂര്യനും ചന്ദ്രനും. ഈ സൂര്യൻ്റെ വെളിച്ചം എത്രത്തോളം ചന്ദ്രനിൽ തട്ടുന്നുവോ അത്രത്തോളമായിരിക്കും ഈ ചന്ദ്രൻ്റെ വലിപ്പം ഉണ്ടാവുക. നമ്മൾ അത്രത്തോളം പൂർണ്ണമായിട്ടാണ് ഈ ചന്ദ്രനെ കാണുക, അല്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്രതിഭാസമാണ്. ഇതേപോലെ തന്നെയാണെന്ത് ഒരു മുസ്ലിമിൻ്റെ അവസ്ഥയും. ഒരു മുസ്ലിം അവൻ്റെ ദർജകൾ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഉയർത്തി കൊടുക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് എത്രത്തോളം അവൻ്റെ ജീവിതം യോജിച്ചു വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്.
എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ അതിനൊന്നിനു പോലും എതിരാകാതെ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. വിശ്വാസത്തിലാണെങ്കിലും ഇബാദത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും എത്രത്തോളം എതിരാകാതിരിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു അവനെ ഉയർത്തും, അവൻ്റെ സൽകീർത്തി ഉയർത്തും, അവൻ്റെ സ്ഥാനം ആഖിറത്തിൽ ഉയർത്തും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വളരെ മഹത്തരമായ സൂറത്തുകളിൽ ഒന്നാണ് ഈ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ എന്നുള്ള ഈ സൂറത്ത്.